വെൽക്കം ബാക്ക് ടു ദി ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ആക്റ്റീവ് നോയ്സ് ക്യാൻസലിംഗ് ഹെഡ്ഫോൺസ് ഇപ്പോൾ ഒരു പുതുമയല്ല അല്ലേ? കാരണം മിക്ക പ്രൈസ് റേഞ്ചിലും അവൈലബിൾ ആണ് താനും. അതുമല്ല, ലോ ആൻഡ് പ്രൈസ് റേഞ്ചിലാണെങ്കിലും അത്യാവശ്യം ക്വാളിറ്റി തരുന്ന പ്രോഡക്റ്റ് മാർക്കറ്റിലുണ്ട് താനും. അങ്ങനെയൊക്കെ ആണെങ്കിലും അത്തരം പ്രോഡക്ട്സിൽ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ഹയസ്റ്റ് ക്വാളിറ്റി പ്രോഡക്ട്സ് ഓഫർ ചെയ്യുന്ന ഒരു കമ്പനിയാണ് സെൻഹൈസർ. അവരുടെ കറണ്ട് ടോപ്പ് ഓഫ് ദ ലൈൻ ആക്റ്റീവ് നോയ്സ് ക്യാൻസലിംഗ് വയർലെസ് ഹെഡ്ഫോൺസ് ആണ് സെൻഹൈസർ മൊമെൻറ്റം 4. ഈ സാധനം. അപ്പം ഇതിനെപ്പറ്റിയാണ് ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം സത്യം പറഞ്ഞാൽ ഇതൊരു പ്രോപ്പറായിട്ടുള്ള ടെക്നിക്കൽ റിവ്യൂ അല്ല, ഇതെൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്, എൻ്റെ യൂസേജ് ഒപ്പീനിയനാണ്. അതുകൊണ്ട് കുറച്ച് ബയസൊക്കെ വരാം. ആദ്യമേ ഡിസ്ക്ലെയിമർ പറയും, അല്ലാതെ കംപ്ലീറ്റ്ലി ടെക്നിക്കലി നോക്കിയാൽ ഇതെങ്ങനെയാണെന്നുള്ളതല്ല. ഓക്കെ, എനിക്ക് പേഴ്സണലി തോന്നിയത് എന്താണ്, എൻ്റെ യൂസേജ് എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റിയായിരിക്കും ഈ ഒരു വീഡിയോ മൊത്തമേ പറയുന്നത്. ഇപ്പോൾ എന്താണേലും താമസിക്കുന്നില്ല, നമുക്ക് നേരെ ഈ പ്രോഡക്റ്റിൻ്റെ വിശേഷങ്ങളോട് കിടക്കാം. ലെറ്റ്സ് ഗോ. അപ്പോൾ ആദ്യമേ സൗണ്ട് ക്വാളിറ്റി. അവസാനം കൊണ്ടത് പറയുന്നില്ല, ബാക്കി ഡിസൈനും പരിപാടികളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയല്ല. സൗണ്ട് ക്വാളിറ്റിയാണ് ഈ പ്രോഡക്റ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചർ അല്ലേ? സെൻഹൈസറിൻ്റെ ഒരു പ്രോഡക്റ്റ് ഒരാൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ സൗണ്ട് ക്വാളിറ്റി കണ്ടിട്ടായിരിക്കും, അല്ലെങ്കിൽ സൗണ്ട് ക്വാളിറ്റി പ്രതീക്ഷിച്ചിട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം. ഇപ്പം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നതിന് മുന്നേ ഒരുപാട് ഫോറിൻ യൂട്യൂബേഴ്സിൻ്റെ റിവ്യൂ കണ്ടു നോക്കിയായിരുന്നു, ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് കറക്റ്റ് ഒരു പിക്ചറൈസേഷൻ കിട്ടാൻ വേണ്ടി. അപ്പോഴത്തേക്കും അവരെല്ലാം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ പ്രോഡക്റ്റിൻ്റെ സൗണ്ട് ക്വാളിറ്റിയെ വെല്ലാൻ മറ്റൊരു പ്രോഡക്റ്റ് ഈ പ്രൈസ് റേഞ്ചിലില്ലെന്നാണ്. അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ഈവൻ എയർപോഡ്സ് മാക്സിനേക്കാളും വെല്ലുന്ന സൗണ്ട് ക്വാളിറ്റിയാണ് ഈ പ്രോഡക്റ്റിനുള്ളത് എന്നാണ് അവർ മിക്കവരും ഒരേ സ്വരത്തിൽ പറഞ്ഞൊരു കാര്യം. പക്ഷേ ഞാനിത് ഉപയോഗിച്ച് നോക്കിയപ്പോഴത്തേക്കും, ഞാനിത് ചെവിയിലെടുത്ത് വെച്ച് ആദ്യമായിട്ട് പാട്ടുകൾ കേട്ട് തുടങ്ങിയപ്പോഴത്തേക്കും എനിക്കുണ്ടായിരുന്നൊരു ഇമ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി മിക്സഡ് ഒപ്പീനിയൻസ് ആയിരുന്നു. അല്ല, ഡോണ്ട് ഗെറ്റ് മീ റോങ്, ഈ ഹെഡ്ഫോൺസ് മോശം സൗണ്ടിങ് ആണ് എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. സെൻഹൈസറിൻ്റെ ഒരു പ്രോഡക്റ്റ് മോശം സൗണ്ടിങ് ആണെന്ന് പറഞ്ഞാലും ആരും വിശ്വസിക്കുന്നില്ല. കാരണം ഇത്രയും ലീഡിംഗ് ആയിട്ടുള്ള ഓഡിയോ കമ്പനി, ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യുന്ന ഓഡിയോ കമ്പനി, ഓഫ് കോഴ്സ് അതല്ല. ഇൻഫാക്റ്റ് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എക്സെപ്ഷണലാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ANC ബ്ലൂടൂത്ത് ഹെഡ്ഫോൺസിന്, വയർഡ് സ്റ്റുഡിയോ ഹെഡ്ഫോൺസ് ഒന്നുമല്ലല്ലോ, ANC ബ്ലൂടൂത്ത് ഹെഡ്ഫോൺസിന് ഓഫർ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഏറ്റവും ബെസ്റ്റ് സൗണ്ട് ക്വാളിറ്റിയാണ് സെൻഹൈസർ ഇതിനകത്ത് ഓഫർ ചെയ്തിട്ടുള്ളത്. അത് എടുത്തു തന്നെ പറയണം. പക്ഷേ അതുകൊണ്ട് മാത്രം, സൗണ്ട് ക്വാളിറ്റി ബെറ്റർ ആയതുകൊണ്ട് മാത്രം നമുക്ക് ആ പ്രോഡക്റ്റ് ഇഷ്ടപ്പെടണമെന്നുണ്ടോ? സൗണ്ട് സിഗ്നേച്ചറും കൂടെ ഇമ്പോർട്ടൻ്റ് അല്ലേ? ഇതെങ്ങനെ ഞാൻ പറഞ്ഞുതരും. വെയിറ്റ്, ലെറ്റ് മീ എക്സ്പ്ലെയിൻ. ഫോർ എക്സാമ്പിൾ, സോണിയുടെ WH-1000 XM3s 4-5 വർഷം മുന്നേ റിലീസ് ചെയ്ത പ്രോഡക്റ്റാണ്. ആ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ച് നോക്കിയപ്പോഴത്തേക്കും എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ ഒരു പ്രോഡക്റ്റാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ഇതിനേക്കാളും ഫാർ സുപ്പീരിയർ ആയതുകൊണ്ടല്ല. തീർച്ചയായിട്ടും സെൻഹൈസറാണ് ആ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഏത് ഫീൽഡിലും, ബേസ് ആവട്ടെ, ട്രബിൾ ആവട്ടെ, അതൊന്ന് മിഡ്സ് ആവട്ടെ. പക്ഷേ അതിൻ്റെ സൗണ്ട് സിഗ്നേച്ചറാണ് എനിക്കിതിനേക്കാളും ഇഷ്ടപ്പെട്ടത്. അതിപ്പോൾ നമ്മൾ ഓരോന്നിലും നോക്കുവാണെങ്കിലും, ബേസിൻ്റെ കാര്യത്തിൽ ഫോർ എക്സാമ്പിൾ, സോണിയുടെ ബേസ് എന്ന് പറഞ്ഞാൽ മഡ്ഡിയായിട്ടുള്ള ബേസാണ്, അത്ര ക്ലിയർ ബേസ് ഒന്നുമല്ല. പക്ഷേ എനിക്കതാണ് കുറച്ചുകൂടി ഇമ്പാക്റ്റ് ആയിട്ട് തോന്നിയത്, അല്ലെങ്കിൽ കുറച്ചുകൂടി എൻജോയബിൾ ആയിട്ട് തോന്നിയത്. സെൻഹൈസറിൻ്റെ ബേസ് നല്ല ക്ലിയർ ആണ്, പക്ഷേ എനിക്കത് അത്ര ഇമ്പാക്റ്റ്ഫുൾ ആയിട്ട് തോന്നിയില്ല, അല്ലെങ്കിൽ എനിക്ക് അത്ര ഒരു എൻജോയബിൾ ആയിട്ട് തോന്നിയില്ല. അതുപോലെ തന്നെയാണ് മിഡ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും, അതുപോലെ ട്രബിളിൻ്റെ കാര്യത്തിലാണെങ്കിലും, എല്ലാം എനിക്ക് മച്ച് മോർ എൻജോയബിൾ ആയിട്ട് തോന്നിയത്. ഈവൻ ദോ പെർഫെക്റ്റ് അല്ലെങ്കിലും ആ ഒരു ഓവറോൾ റിച്ച്നെസ് ഫീൽ ചെയ്തത് സോണിയിലാണ്. അപ്പോൾ സൗണ്ട് ക്വാളിറ്റി തീർന്നു. ഇനി നോയ്സ് ക്യാൻസലേഷൻ. അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ വീട്ടിലിരുന്നിട്ട് എന്തോ നോയ്സ് ക്യാൻസലേഷൻ, വീട്ടിലും ഉണ്ട് നോയ്സൊക്കെ, പക്ഷേ കുറവല്ലേ. അത് കറക്റ്റ് മനസ്സിലാവണമെങ്കിൽ നമ്മൾ പബ്ലിക് പ്ലേസിൽ നോയ്സ് ഉള്ള സ്ഥലത്ത് പോയി യൂസ് ചെയ്ത് നോക്കണം. അതുകൊണ്ട് ടൈം ഫോർ സം ഔട്ടിംഗ്. ലെറ്റ്സ് ഗോ. മഴയായതുകൊണ്ട് എങ്ങോട്ടും അങ്ങോട്ട് ഇറങ്ങാനും പറ്റുന്നില്ല. ഈ നോയ്സ് ക്യാൻസലേഷൻ ആണെങ്കിൽ പുറത്തിറങ്ങി പോയി ടെസ്റ്റ് ചെയ്തല്ലേ കാര്യമുള്ളൂ. വീട്ടിൽ നിന്നിട്ട് എന്ത് നോയ്സ് ക്യാൻസലേഷൻ അല്ലേ? അപ്പം ചില പബ്ലിക് പ്ലേസിൽ എങ്ങനെയാണ് ഇതിൻ്റെ നോയ്സ് ക്യാൻസൽ ചെയ്യുന്നതെന്നുള്ളത് കറക്റ്റ്ലി മനസ്സിലായാലേ നമുക്ക് ആ റിസൾട്ട്സ് കറക്റ്റായിട്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റും. അതാണ് പ്രോബ്ലം. ആക്ച്വലി ഇത് 2-3 ദിവസം മുന്നേ ചെയ്യേണ്ടതായിരുന്നു. എന്തായാലും ഇപ്പോഴെങ്കിലും ചെയ്യാൻ പറ്റി. ഞാൻ കുറച്ച് സ്ഥലങ്ങളിൽ പോട്ടെ, എന്നിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ റെസ്പോൺസ് എന്നുള്ളത് ഫുള്ളി മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം.
നോയ്സ് ക്യാൻസലേഷൻ്റെ ഭാഗമായിട്ട് ഞാൻ പല പബ്ലിക് പ്ലേസിലും ടെസ്റ്റ് ചെയ്ത് നോക്കി. ഒന്ന് മോൾ വിസിറ്റ് ചെയ്തു, ഒന്ന് പാർക്ക് വിസിറ്റ് ചെയ്തു, അതുപോലെ തന്നെ ട്രാഫിക്കിൻ്റെ ഇടയിലും ഉപയോഗിച്ച് നോക്കി. അപ്പോഴെല്ലാം എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഹെഡ്ഫോൺസ്, അതായത് നോയ്സ് ക്യാൻസലിംഗ് ഹെഡ്ഫോൺസ് ചെവിയിൽ ആദ്യമേ വെക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വാക്യൂം എഫക്റ്റ് ഇല്ലേ, അല്ലെങ്കിൽ മൈൻഡ് ബ്ലോയിങ് ആയിട്ട് വാവ് എന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ളൊരു ആ നോയ്സ് ക്യാൻസലേഷൻ കിക്ക് ഇൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ട്രാൻസിഷൻ, അത് ആക്ച്വലി എനിക്ക് സെൻഹൈസർ മൊമെൻറ്റം 4 ഉപയോഗിച്ചപ്പോഴത്തേക്കും അത്രയ്ക്ക് അങ്ങോട്ട് കിട്ടിയില്ല. ചില നോയ്സ് ഇത് നന്നായിട്ട് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ പ്രോബ്ലം എന്തെന്ന് വെച്ചാൽ ആ നോയ്സ് നമ്മളെ വലുതായിട്ട് ബോദർ ചെയ്യത്തില്ല. അതാണ് പ്രോബ്ലം. നമ്മളെ ചില നോയ്സ് നന്നായിട്ട് ബോദർ ചെയ്യുന്നതുകൊണ്ട് അത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യും, ഈ ഒരു ഹെഡ്ഫോൺ എടുത്ത് ചെവിയിൽ വെക്കുമ്പോഴത്തേക്കും അത് റെഡ്യൂസ് ആവും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യും. പക്ഷേ ഇൻ ടേൺ അത് അത്രമാത്രം റെഡ്യൂസ് ആവത്തില്ല. അപ്പോൾ ടോട്ടലി നോക്കുമ്പോഴത്തേക്കും ഒരു ഓവറോൾ എഫക്റ്റ് എനിക്ക് അത്ര അടിപൊളിയായിട്ട് ഇതിൻ്റെ നോയ്സ് ക്യാൻസലേഷൻ ഫീൽ ചെയ്തില്ല. പിന്നെ ഇതിൻ്റെ ട്രാൻസ്പെറൻസി മോഡ് ആക്ച്വലി ബെറ്ററാണ്. നമുക്ക് ഈ സാംസങ്ങിലൊക്കെ ഉള്ളതുപോലെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ട്രാൻസ്പെറൻസി മോഡല്ല, നല്ല നാച്ചുറൽ സൗണ്ടിങ് ട്രാൻസ്പെറൻസി മോഡാണ്. എങ്ങനെയാണോ നമ്മൾ ഹെഡ്ഫോൺ വെക്കാത്തപ്പോൾ നാച്ചുറലായിട്ട് നമ്മുടെ സറൗണ്ടിങ് സൗണ്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ട്രാൻസ്പെറൻസി മോഡ് വർക്ക് ചെയ്യുന്നത്. ക്ലോസർ ടു ദാറ്റ്. പക്ക അതാണെന്ന് പറയാൻ പറ്റില്ല, എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവർ ട്യൂൺ ചെയ്തെടുത്തിട്ടുണ്ട് ഈ ട്രാൻസ്പെറൻസി മോഡിന്. സൗണ്ട് ക്വാളിറ്റി ചെക്ക്, നോയ്സ് ക്യാൻസലേഷൻ ചെക്ക്. ഇനി മൈക്ക് ക്വാളിറ്റി, അത് ആക്ച്വലി ഞാനൊരു കോൺവെർസേഷൻ ഇപ്പോൾ പ്ലേ ചെയ്യാം. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഹെഡ്ഫോണിൻ്റെ മൈക്രോഫോണിന് എത്രമാത്രം ക്വാളിറ്റി ഉണ്ടെന്ന്. ഹലോ 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 പറയടാ. മൈക്രോഫോണിന്റെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാൻ വിളിച്ചാ? നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്. നല്ല ക്വാളിറ്റിയാ? നല്ല ക്വാളിറ്റി ഉണ്ട്. ഞാൻ പുറത്തുനിന്ന് വിളിക്കുക, എന്നിട്ടും കുഴപ്പം, വേറെ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലല്ലോ? ഇല്ല ഡിസ്റ്റർബൻസ് ഒന്നുമില്ല. അടിപൊളി. വോയിസ് ക്ലിയർ ആണ്. വോയിസ് ക്ലിയർ ആണ്. ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒന്നുമില്ലേ? ബാക്ക്ഗ്രൗണ്ട് നോയ്സ് വിസിബിൾ ആയിട്ട് ഒന്നുമില്ല, ചെറുതായിട്ടൊക്കെ ഉള്ളൂ. ഇവിടെ വലിയ നോയ്സ് ഇല്ല, നോയ്സ് ഇല്ല ഇവിടെ. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ ഈ പറഞ്ഞു പോയതൊന്നുമല്ല ഈ പ്രോഡക്റ്റിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫീച്ചർ, അത് ഇതിൻ്റെ ബാറ്ററി ലൈഫാണ്. കാരണം 60 hours കമ്പനി പറയുന്നത്. 60 hours, ദാറ്റ്സ് ഇൻസെയിൻ റൈറ്റ്? ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്രയും തരേണ്ടതാണ്, പക്ഷേ മിക്ക കമ്പനിയും തരാറില്ല. സോണി ആവട്ടെ, ബോസ് ആൻഡ് വിൽക്കിൻസ് ആവട്ടെ, ബോസ് ആവട്ടെ, എല്ലാം 30, 32, 34 ആ റേഞ്ചിലാണ് വരുന്നത്. എയർപോർട്സ് മാക്സ് 20 hours. ദ ഹെൽ മാൻ, അത്രേ ഉള്ളൂ. സോ ആ ഒരു കാര്യത്തിൽ നോക്കുമ്പോഴത്തേക്കും സെൻഹൈസർ അടിപൊളി പെർഫോമൻസാണ് ചെയ്തിരിക്കുന്നത്. അടിപൊളി തന്നെ എടുത്ത് പറയണം. ANC ഹെഡ്ഫോൺസിന് 60 hours ബാറ്ററി ലൈഫ് ആബ്സല്യൂട്ട്ലി അമേസിങ്. പിന്നെ ഇതിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും മോശമല്ല, കാരണം 5 മിനിറ്റ് നമ്മൾ ക്വിക്ക് ചാർജ് ചെയ്യുകയാണെങ്കിൽ 4 മണിക്കൂറിൻ്റെ ബാറ്ററി ബാക്കപ്പാണ് ഈ പ്രോഡക്റ്റ് വരുന്നത്. അതും അടിപൊളിയല്ലേ? സോ ഈ 2 ഫീച്ചേഴ്സ് ഇപ്പോൾ ഒരു ട്രാവലിംഗ് ഹെഡ്ഫോൺസിന് ആവശ്യമായ ഫീച്ചേഴ്സാണ്, എന്നാൽ അത് നന്നായിട്ട് സെൻഹൈസർ തന്നിട്ടുമുണ്ട്. സോ അതാണ് സെൻഹൈസർ മൊമെൻറ്റം 4 ആക്റ്റീവ് നോയ്സ് ക്യാൻസലിംഗ് ഹെഡ്ഫോൺസിനെ പറ്റിയുള്ള എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ആക്ച്വലി ഇത് നല്ല ഹെഡ്ഫോൺസാണ് കേട്ടോ, മോശമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. നല്ല ക്വാളിറ്റിയുള്ള അടിപൊളി പ്രോഡക്റ്റാണ്. പക്ഷേ ഒരൊറ്റ ടേമിൽ പറയുവാണെങ്കിൽ ഗ്രേറ്റ് ഹെഡ്ഫോൺസ്, പക്ഷേ നോട്ട് മൈ കപ്പ് ഓഫ് ടീ. അത്രയേ ഉള്ളൂ. സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഫസ്റ്റ് ആൻസർ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും വീഡിയോ എൻജോയബിൾ ആയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒന്നാമത് ഞാൻ ഒരുപാട് നാളെ വീഡിയോ ചെയ്തിട്ട്, അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണോ തീർച്ചയായിട്ടും എന്തോ ആവട്ടെ, വാട്ട് എവർ ഇറ്റ് മീൻസ്, സോ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ സ്റ്റേ ട്യൂൺഡ് ടു ദി ചാനൽ. ലവ് യു ഗൈസ് ആൻഡ് പീസ്.